മക്കൾ തെർമോഡൈനാമിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. പി വി ഡയഗ്രം, ഡിഫറെൻറ്റ് പ്രോസസ്സുകളുടെ പി വി ഡയഗ്രമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതിനാണ് കൂടുതൽ വർക്ക് ഡൺ. അപ്പോൾ നമുക്കറിയണം പി വി ഡയഗ്രം നമുക്ക് തന്നു കഴിഞ്ഞാൽ പി വി ഡയഗ്രത്തിൻ്റെ അല്ലെങ്കിൽ പി വി ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നതാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നതാണ് നമ്മളുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൽ 4 ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. എന്തിനാണ് ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡയബാറ്റിക് പ്രോസസ്. ഈ ഗ്രാഫിനകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏതിനാണ് ഏറ്റവും ഏരിയ കൂടുതൽ. നിങ്ങൾ നോക്കിയേ, ഐസോബാറിക്കിന് ഇത്രയും ഏരിയ ഉണ്ടല്ലേ, ഐസോതെർമൽ ഇത്രയും ഏരിയ ഉള്ളൂ, അഡയബാറ്റിക്കിന് അതിനേക്കാൾ ഏരിയ കുറവാണ്, ഐസോകോറിക്കിന് ഏരിയ ഇല്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഐസോബാറിക് പ്രോസസ്സ്. അതിനുശേഷം ആർക്കാണ് മക്കളെ അതിനുശേഷം കുറവുള്ള ആർക്കാണ്, ഐസോതെർമൽ. അതിനുശേഷം അഡയബാറ്റിക്. ഏറ്റവും വർക്ക് ഡൺ 0 എന്ന് പറയുന്ന ആർക്കായിരിക്കും, അത് നമ്മുടെ സ്വന്തം ഐസോകോറിക് പ്രോസസ്സിനായിരിക്കും. വർക്ക് ഡൺ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.